കരോതി വാചാലം പങ്കും ലംഘയതേ തത്കൃപാവഹം വന്ദേ പരമാനന്ദം. സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരായ ആളുകൾക്കും നിങ്ങൾ ശ്രോതാക്കളായെത്തിയിട്ടുള്ള എല്ലാ സഹോദരീ സഹോദരന്മാർക്കും നമസ്കാരം. നാട്ടറിവ് അല്ലെങ്കിൽ ഗൃഹവൈദ്യം എന്നാണ് സംഘാടക വിഷയം വച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഗൃഹവൈദ്യം നാട്ടറിവിന്റെ ഉത്തമ മാതൃകയാണ് എന്നുള്ളതാണ് വിഷയം വച്ചിരിക്കുന്നത്. ഒരു വൈദ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിന് സിദ്ധാന്തം, പ്രയോഗം എന്ന രണ്ടു വഴി അത്യന്താപേക്ഷിതമാണ്. ഒരു ശാസ്ത്രമായ അതിന് സിദ്ധാന്തം ഉണ്ടാവണം, അതിനതുപോലെ തന്നെ പ്രയോഗം ഉണ്ടാവണം. പ്രയോഗം സിദ്ധാന്തത്തെയും സിദ്ധാന്തം പ്രയോഗത്തെയും സാധൂകരിക്കുകയും വേണം. ഇതെവിടെയും അനിവാര്യമായ കാര്യമാണ്. രണ്ട്, ശാസ്ത്രം എന്നത് അത് ഏത് തരത്തിൽ രൂപാന്തരപ്പെട്ടു വന്നു എന്നൊരു ചരിത്രവും അനിവാര്യമാണ്. ആ നിലയിൽ ഗൃഹവൈദ്യം എന്നത് സൈദ്ധാന്തികമായും പ്രായോഗികമായും നിലനിൽപ്പുള്ളതാണോ, അതിന്റെ സിദ്ധാന്തം അതിന്റെ പ്രയോഗത്തെയും പ്രയോഗം അതിന്റെ സിദ്ധാന്തത്തെയും സാധൂകരിക്കുന്നുണ്ടോ? രണ്ട്, അത് സാധൂകരിക്കുന്നു എങ്കിൽ തന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് വളരെ ഉത്തമ മാതൃകകളായ അനേകം സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ ഒരു ഗൃഹത്തിലെ അമ്മയ്ക്ക് ഈ ഉപകരണങ്ങളൊന്നും ഇല്ലാതെ ആ രോഗത്തിന്റെ നിദാനം കണ്ടെത്താൻ, അതിന്റെ പൂർവ്വരൂപം മനസ്സിലാക്കാൻ ഇടയിൽ മലയാളം മാത്രം അറിയുന്നവരും ഇംഗ്ലീഷ് അറിയുന്നവരും ഇംഗ്ലീഷ് മാത്രം അറിയുന്നവരും മീഡിയത്തിൽ അങ്ങനെ പഠിച്ചവരും ഒക്കെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ധാരണ. അതുകൊണ്ട് ഞാൻ മലയാള പദങ്ങൾ പറഞ്ഞാൽ മറ്റു തരത്തിൽ പഠിച്ച് ആധുനിക വിദ്യാഭ്യാസമുള്ളവർക്ക് വിഷമമുണ്ടാവും. ആ പദങ്ങൾ ഉപയോഗിച്ചാൽ അത് പഠിച്ചിട്ടില്ലാത്ത നാട്ടുപുറത്തുനിന്ന് വന്നവരുണ്ടെങ്കിൽ, ടൗണായതുണ്ടാവില്ലെന്ന് വിചാരിക്കാം, ഉണ്ട്, അവർക്ക് വിഷമമുണ്ടാവും. അതുകൊണ്ട് ഞാൻ രണ്ട് പദവും കലർത്തി പറയാം, ഒരു നമൂന ഭാഷയിൽ. എവിടെ മനസ്സിലാകാതെ വരുമ്പോൾ ചോദിച്ചാൽ ഞാൻ വിശദീകരിക്കുകയും ചെയ്യാം. നിദാന പഞ്ചകം എന്നൊരു ഏർപ്പാടാണ് വൈദ്യശാസ്ത്രത്തിനുള്ളത്. ഒരു രോഗത്തിന് അതിന്റെ പൂർവരൂപം, നിദാനം, സംപ്രാപ്തി ഇവയെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞാണ് ചികിത്സ തീരുമാനിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഡയഗ്നോസിസ്, പ്രോഗ്നോസിസ്, ട്രീറ്റ്മെന്റ്. ഇങ്ങനെ കൃത്യമായ ഒരു തലം ശാസ്ത്രരീത്യ ഉണ്ട്. എങ്ങനെയാണ് നാം പഠിച്ച ചരിത്രം വെച്ച് വിദ്യാഭ്യാസം ഇന്നത്തെ നിലയിൽ സാങ്കേതികമായി ലഭിക്കാത്ത, ഇന്നത്തെ രീതിയിൽ പഠിക്കാത്ത, ഇന്നത്തെ രീതിയിൽ എന്ന് പറയുമ്പോൾ LKG UKG 2 കൊല്ലമായി, 10ാം ക്ലാസ് വരെ 10 കൊല്ലമായി, 2 കൊല്ലം കൊണ്ട് മട്രിക്കുലേഷനായി, പ്രീ ഡിഗ്രി ആയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3 കൊല്ലം കൊണ്ടേ ഡിഗ്രി എത്തുള്ളൂ. ഇത്രയാവുമ്പോൾ തന്നെ ഏതാണ്ട് 17 കൊല്ലം കടന്നു. പിന്നെ വീണ്ടും കൊല്ലങ്ങൾ കഴിഞ്ഞാലാണ് ഒരുമാതിരി പണിയെടുക്കാവുന്ന ഒരു അറിവിലെത്തിയെന്നുള്ള സർട്ടിഫിക്കറ്റ് ന്യായമായും ഇന്ന് ലഭിക്കുന്നത്. നമുക്ക് 10ാം ക്ലാസ് മാത്രം പാസ്സായിട്ടുള്ള സബ് കളക്ടർമാർ വരെ മുമ്പുണ്ടായിരുന്നു. ഇത്രയും പത്രമാധ്യമങ്ങളിൽ കോലാഹലങ്ങൾ ഉണ്ടാകാതെ, അത് വേറൊരു വശമാണ്, അതിലേക്ക് നമുക്കിപ്പോൾ പോകണ്ട. എന്നിരുന്നാലും ഇന്ന് ഇത്രയും അറിവുള്ള ആളുകൾ തിരിഞ്ഞു നോക്കുമ്പോൾ
എൻ്റെ അമ്മൂമ്മ, അമ്മൂമ്മയുടെ അമ്മയൊക്കെ ആ പ്രാചീനമായ കാലത്ത് അവരിവിടെ ജീവിച്ചിട്ട് തന്നെ ഇല്ല എന്ന് തോന്നേണ്ടി വരും ഇന്നത്തെ അറിവ് വെച്ചുകൊണ്ട് അപഗ്രഥിച്ചാൽ. മറിച്ച് എങ്ങനെയാണ് അവർ ഏറ്റവും പ്രാചീന കാലത്ത് അറിവ് നേടിയത്, രണ്ട്, എങ്ങനെയാണ് സിദ്ധാന്തങ്ങൾ ഉൾക്കൊണ്ടത്, എങ്ങനെയാണ് അതിന്റെ പ്രയോഗം അവർക്ക് വശമായത്, ഈ മൂന്ന് കാര്യങ്ങൾ ആ പ്രാചീന രീതിയിൽ ഒന്ന് ഓടിച്ചു പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്ന് നിങ്ങളൊക്കെ വരുന്നത് മാർബിള്, ഗ്രാനൈറ്റ് ഒക്കെ പതിച്ച വീടുകളിൽ നിന്നാണ്. എല്ലാവരും, ഏതാണ്ട് എല്ലാവരും, ഇല്ലെങ്കിൽ റെഡ് ഓക്സൈഡ് എങ്കിലും ഇട്ടിട്ടുണ്ടാവും. പട്ടി, പൂച്ച, കോഴി ഇവയൊന്നും കയറുകയില്ലാത്ത അടച്ചുറപ്പുള്ള മുറികളോടുകൂടിയ വീടുകളിൽ നിന്നാണ്. ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞും മാത്രമാണ് പലപ്പോഴും ഉണ്ടാവുക, ഇല്ലെങ്കിൽ രണ്ട്. വീട് സ്വീകരണ മുറി, ഓരോരുത്തർക്കും പ്രത്യേക കിടപ്പുമുറി, എല്ലാ ഫർണിഷിങ്ങുമുള്ള അടുക്കള, വാക്യൂം ക്ലീനർ, വാഷിംഗ് മെഷീൻ, അതുപോലെ തന്നെ മൈക്രോവേവ് ഓവൻ, ഇവയെല്ലാം ഉള്ളിടത്തുനിന്നാണ് നമ്മൾ വരുന്നത്. ഇത്രയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഏതാണ്ടൊരു 3 കിലോമീറ്റർ കേരളത്തിലൂടെ സഞ്ചരിച്ചാൽ ഒരു ക്ലിനിക്ക് വെച്ചുണ്ടാവും. ഏതൊരു ഗ്രാമം എടുത്താലും, ഏതൊരു താലൂക്ക് എടുത്താലും, ഏതൊരു ജില്ല എടുത്താലും അനേകം ആശുപത്രികളുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തന്നെ ധാരാളം. ആധുനിക വൈദ്യശാസ്ത്രം, ആയുർവേദം, ഹോമിയോപ്പതി, ഇതെല്ലാം പ്രചുര പ്രചാരം നേടിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ നിയമമനുസരിച്ച് 18 വയസ്സ് കഴിയാതെ പെൺകുട്ടികൾ വിവാഹത്തിന് വിധേയരാകുന്നില്ല. പ്രായപൂർത്തിയാകാതെ വിവാഹം കഴിച്ചാൽ അമ്മയ്ക്ക് വരാവുന്ന അനാരോഗ്യം, കുട്ടികൾക്കുണ്ടാകാവുന്ന അനാരോഗ്യം, പ്രസവത്തിന്റെ എണ്ണം കൂടിയാൽ വരാവുന്ന അനാരോഗ്യമെല്ലാം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പഠിക്കാൻ വേണ്ടത്ര പേജുകളിലുണ്ട്, വേണ്ടത്ര പഠിക്കുന്നുമുണ്ട്. ഇത്തരമൊരു അന്തരീക്ഷത്തിൽ വിവാഹം കഴിച്ചാൽ അത് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഒട്ടേറെ വിദ്യാഭ്യാസം നേടി പരസ്പര ധാരണയുണ്ടാകാൻ മൊബൈലിലൂടെ സംസാരിച്ച് ഇന്റർനെറ്റിലൂടെ ചാറ്റ് ചെയ്ത് അച്ഛനമ്മമാരുടെ ആലോചനയും പഠനവും കൂടാതെ തമ്മിൽ തന്നെ വേണ്ടത്ര ആലോചനകൾ കഴിഞ്ഞാണ് ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ഇന്നത്തെ വിവാഹങ്ങൾ എല്ലായിടത്തും നടക്കുന്നത്. സാമൂഹിക അറിവ്, സാംസ്കാരികമായ അറിവുകൾ, മതപരങ്ങളായ അറിവുകൾ, ജാതീയമായ സംഘടനകൾ തരുന്ന അറിവുകൾ, പ്രത്യയശാസ്ത്രപരങ്ങളായ ഒട്ടേറെ അറിവുകൾ, ലോകത്തുള്ള വിവിധങ്ങളായ അറിവുകൾ, ഇവയെല്ലാം സാമാന്യന് നേടിയിട്ടുള്ള സാക്ഷരരാണ് ഇന്ന് നമ്മളെല്ലാം. ഇത്രയും കാര്യങ്ങൾ എല്ലാം ഉൾക്കൊണ്ടിട്ട് വിവാഹം കഴിഞ്ഞ് എത്ര ആളുകൾ അവരുടെ കുടുംബ ജീവിതകാലം ചേർച്ചയോടെ, ആനന്ദത്തോടെ, വിരോധമില്ലാതെ, ഏറ്റുമുട്ടൽ കൂടാതെ ജീവിതം കൊണ്ടുപോകുന്നു എന്ന് നാം ആലോചിച്ചാൽ നമ്മുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമാവും. ശാരീരിക ആരോഗ്യം നമുക്ക് പുറകെയാവാം. മനസ്സിൽ ശരീരമിരിക്കുന്നു, മനസ്സ് സൂക്ഷ്മമാണെങ്കിൽ ഒരു ദിവസം കേരളത്തിലെ വിവിധ കോടതികളിൽ രജിസ്റ്റർ ചെയ്യുന്ന വിവാഹമോചന കേസുകളുടെ എണ്ണം മാത്രം വിദ്യാസമ്പന്നരുടെ ഇടയിലേത് ജനസംഖ്യ ആനുപാതികമായി നോക്കിയാൽ നമ്മൾ വ്യക്തിയുടെ മനസ്സിന്റെ ആരോഗ്യത്തിനും ഉല്ലാസത്തിനും വേണ്ടി നടത്തിയ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ആരോഗ്യ പരിപാലന പദ്ധതികളും കുഞ്ചര ശൗചം പോലെയാണ് എന്ന് ബോധ്യമാവും. കുഞ്ചരം എന്ന് കേട്ടിട്ടുണ്ടാവില്ല. ആനയെ കുളിപ്പിച്ച് നിർത്തിയാൽ അത് മണ്ണുവാരി ദേഹത്തിടും. ആന കുളിച്ചിട്ട് വന്ന് മണ്ണുവാരി ഇടുന്നത് പോലെയാണ്
ദിവസവും നമ്മുടെ നില. ഇത്രയും അറിവ് നേടിക്കഴിഞ്ഞിട്ട് ഇനി രോഗങ്ങൾ നോക്കിയാൽ WHO വളരെ വലിയ സ്ഥാപനമാണ്. എത്രയോ കോടികളാണ് ഡോളർ ഭൂമുഖത്തുള്ള ആളുകളുടെ ആരോഗ്യത്തിന് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തിന് ഒരു ആരോഗ്യമന്ത്രിയും ആരോഗ്യ പരിപാലന സംഘം. എന്നിട്ടും ഇതെല്ലാം പൂവണിയാതിരിക്കുന്നത് ആ ആരോഗ്യപരമായ അറിവുകൾ വേണ്ട തലത്തിൽ പഠിച്ചപ്പോൾ പഠിച്ചു എന്നുള്ളതിനകം അപ്പുറം പ്രയോഗത്തിന്റെ തലത്തിൽ നമുക്ക് എത്താത്തത് കൊണ്ടായിരിക്കുമോ, അതല്ല നമ്മുടെ മനസ്സു മാറാത്തത് കൊണ്ടായിരിക്കുമോ? ഇത്തരമൊരു സന്ദർഭത്തിലാണ് നമ്മളിരുന്ന് പ്രാചീനമായ മെഴുകിയ തറ, ഓല കെട്ടിയ വീട്, 2 മുറിയും ഒരടുക്കളയും 10-12 ഏക്കറിനുള്ളിൽ മരങ്ങളും ബാക്കി കാര്യങ്ങളും മൃഗസഞ്ചയങ്ങളും ഉള്ളിടത്ത് ഒരു വീട്, വളരെ നടന്നാലാ മറ്റൊരു വീട്, കിലോമീറ്റർ അകലെ നിന്ന് വെള്ളം ചുമന്നു കൊണ്ടുവരേണ്ട വിധം കിണർ അകലെ, ഇന്നത്തെ പോലെ സെപ്റ്റിക് ടാങ്കുകളോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്തത്, ഗ്യാസ് അടുപ്പുകളോ മൈക്രോവേവ് ഓവനുകളോ ഇല്ലാത്ത, കത്തിച്ചാൽ പുക മുറിക്കകത്ത് മുഴുവൻ പടരുന്ന നനഞ്ഞ വിറക് ഊതി കത്തിക്കേണ്ട വീട്. അപരിചിതയായ ഒരു പെൺകുട്ടി, അപരിചിതനായ ഒരു പുരുഷൻ 12-13 വയസ്സിൽ ആർത്തവം കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അപരിചിതനായ ഒരുത്തനെ പിടിച്ചേൽപ്പിച്ചിട്ട് താലി കെട്ടുമ്പോൾ പോലും മുഖം കണ്ടിട്ടുണ്ടോ എന്ന് സംശയം. ഒരു വീട് എടുത്താൽ ഈ മെഴുകിയ തറയോടുകൂടിയ 2 മുറിയും അടുക്കളയുള്ളിടത്ത് 3 തലമുറയിലെ പ്രായം ചെന്ന ആളുകളുണ്ടാവും. ഏത് ജാതിയും ഏത് മതവും. എന്ന് പറഞ്ഞാൽ 2-3 വല്യമ്മമാരും 2-3 വല്യപ്പന്മാരും ഉണ്ടാവും. പല്ലുമൊക്കെ പൊഴിഞ്ഞ് വീട്ടുമുറ്റത്ത് ഓടി നടക്കുന്നുണ്ടാവും. ആ വല്യമ്മമാര് മറച്ചിരുന്നുമില്ല, ഒരു തോർത്ത് മാത്രമാണ് ഉടുത്തിരുന്നത്. 60കളിലും 70കളിലും വരെ കേരളത്തിൽ കാണാവുന്ന ഒരു കാഴ്ചയായിരുന്നു. ഒരു വീട്ടില് സഹോദരന്മാരും അവരുടെ ഭാര്യമാരും സഹോദരിമാരും ഭർത്താക്കന്മാരുമായി കുറെ പേര് ഒന്നിച്ചാ കഴിഞ്ഞിരുന്നത്. അവിടേക്കാണ് ഈ പെൺകുട്ടിയെ അപരിചിതത്വം ഉള്ളപ്പോൾ കൂട്ടിക്കൊണ്ടുവരുന്നത്. 13 വയസ്സിൽ തുടങ്ങുന്ന ദാമ്പത്യം ഒരു 80 വയസ്സ് വരെ നീളുന്നു എങ്കിൽ ഏതാണ്ട് 67 സംവത്സരത്തെ ദാമ്പത്യമുണ്ട്. എത്ര പ്രാവശ്യം നിങ്ങളിലെ 50 കഴിഞ്ഞവരുടെ അച്ഛനമ്മമാർ അടിക്കുന്നത്, വഴക്കുണ്ടാക്കുന്നത്, തെറിവിളിക്കുന്നത്, ഇറക്കി നിർത്തുന്നത് ഒക്കെ നിങ്ങൾ ജനസംഖ്യ ആനുപാതികമായി ചിന്തിച്ചാൽ എത്ര പൊല്ലാപ്പ് കണ്ടിട്ടുണ്ടാവും. അവരുടെ ദാമ്പത്യത്തിന്റെ രംഗവേദികൾ എത്ര പേർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അവർ ഭാര്യയും ഭർത്താവുമാണെന്ന് പോലും ഒരു പ്രായപൂർത്തി വരുന്നത് വരെ മക്കൾ അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു മാനസികാരോഗ്യം അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാതെയും ഇന്നത്തെ ധനസ്ഥിതി ഇല്ലാതെയും ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളില്ലാതെയും എങ്ങനെ ലഭിച്ചു? എല്ലാ സൗകര്യങ്ങളുടെയും നടുക്ക് വിദ്യാഭ്യാസത്തിന്റെ എല്ലാ രംഗവേദികളും കടന്ന ആധുനികന് ഈ മാനസികാരോഗ്യം എന്തുകൊണ്ട് ലഭിച്ചില്ല? വൈദ്യശാസ്ത്ര ചരിത്രം പഠിക്കുമെങ്കിൽ ഇതാദ്യം നമ്മൾ പഠിക്കണം. കൊണ്ടുവന്ന പെൺകുട്ടി തറ മെഴുകണം. അവളുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ കുട്ടികളായിരിക്കും പെരക്കകത്തൊക്കെ തൂറിയും മുള്ളിയും വെച്ചിരിക്കുന്ന. മൂത്രം ചാണകം മെഴുകിയ തറയിൽ താഴും, മലത്തിന്റെ ജലാംശം താഴും. മലം പാള കൊണ്ട് കോരിക്കളഞ്ഞാൽ അത് ചാണകം മെഴുകിയ തറയിൽ പറ്റിപ്പിടിക്കും.
അതിന്റെ മുകളിൽ ചാണകം തേച്ചാൽ പശുവിന്റെ മലവും സ്വന്തം മലവും തേച്ച് പിടിപ്പിക്കുകയാണ്. പലപ്പോഴും കെട്ടാത്ത കിണറ്റിൽ എലി ചത്തു വീഴും. അതിനെ എടുത്തു കളഞ്ഞ ആ വെള്ളം കുടിക്കുകയേ നിവൃത്തിയുള്ളൂ. പലപ്പോഴും അടുപ്പത്ത് വെച്ച കഞ്ഞിയിലും മറ്റും അട്ടയും പുഴുവും വീഴും. ഇവയെല്ലാം ചേർന്ന വീടുകളെല്ലാം. എന്നിട്ടും ഇന്ന് കാണുന്നിടത്തോളം രോഗങ്ങൾ എന്തുകൊണ്ടുണ്ടായില്ല? ചരിത്രപരമായി നല്ലപോലെ അന്വേഷിക്കേണ്ടതാണ്. അതിനേക്കാൾ ഉപരി രോഗങ്ങളെ എങ്ങനെയാണ്, ആരാണ് ഡിറ്റക്ട് ചെയ്തിരുന്നത്? പഴയകാലത്ത് ആയുർവേദ വൈദ്യന്മാരൊന്നും സമീപത്തൊന്നുമില്ല. വല്ല കൊട്ടാരം വൈദ്യന്മാരും ഉണ്ടെങ്കിൽ മരണമാസന്നമായി കൊണ്ടുചെല്ലുമ്പോൾ മാത്രം നോക്കുന്നവരാണ്. ഇന്നാണ് ആയുർവേദ കോളേജുകളും ആയുർവേദം ഒരു വലിയ സിസ്റ്റമായി വന്നതുമൊക്കെ. ഇന്നാണ് ഹോമിയോപ്പതി ഒരു സിസ്റ്റമായി ഇന്ത്യയിലേക്ക് വന്നത്. ഇന്നാണ് ആധുനിക വൈദ്യശാസ്ത്രവും ഈ നിലയിലെത്തിയത്. 60-70 എടുത്താൽ പോലും പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വന്ന കുറെ കമ്പൗണ്ടർമാരോ വളരെ കുറച്ച് വൈദ്യശാസ്ത്ര വിശാരദന്മാരോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജനസംഖ്യയുമായി താരതമ്യം ചെയ്താൽ. എങ്ങനെയാണ് ജനജീവിതം അവരുടെ ആരോഗ്യം നിലനിർത്തിയത്? ആരാണ് രോഗങ്ങൾ കണ്ടുപിടിച്ചത്? സ്കാനിംഗ് ഇല്ലാതെ, എക്സ്റേ ഇല്ലാതെ എങ്ങനെ ആന്തരിക രോഗങ്ങളെ വരെ കണ്ടുപിടിച്ചു? എങ്ങനെ രോഗം വരാതെ അവർ ജീവിച്ചു? ആർക്കാണ് ആ വിദ്യാഭ്യാസം ലഭിച്ചത്? വീട്ടിലെ സ്ത്രീകൾ പ്രായേണ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു. പുരുഷന്മാർക്കായിരുന്നു വിദ്യാഭ്യാസം. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എനിക്ക് തോന്നുന്നത് ആദ്യം പറയാം. വിയോജിപ്പ് തോന്നിയാൽ മറുപടി പറയാൻ മറക്കരുത്. ഒരു കുട്ടി ജനിച്ചാൽ, ജനിക്കുന്നതും വിചിത്രമാണ്. ഇന്നത്തെ പോലെ ആശുപത്രികളിൽ പോക്കോ ഇന്നത്തെ പോലെ മരുന്ന് കഴിച്ചിട്ടോ ഒന്നുമല്ല. പണിയെടുക്കുന്നതിനിടയിൽ ഗർഭിണി 12-13 വയസ്സിൽ ഗർഭിണിയാവും. മകള് പ്രസവിച്ചു കഴിഞ്ഞും തള്ള പ്രസവിക്കും. ഒരു 15-16 എണ്ണമൊക്കെ ഉണ്ടാവും. ഒരു ജാഥയ്ക്കുള്ളയാൾ ഒരു വീട്ടിൽ തന്നെ ഉണ്ടാവും. അത്രയും പ്രസവം നടന്നിട്ട് എത്ര ആളുകളെ 60കൾക്ക് മുമ്പ് യൂട്രസിൽ, ഓവറിയിൽ, ബ്രസ്റ്റിൽ, സർവിക്സിൽ ക്യാൻസറായി മൃതപ്രായരായി കിടക്കുന്നവരെ കണ്ടു. എത്ര കുട്ടികൾക്ക് ഇന്നത്തെ പോലെ ഓട്ടിസവും പെറ്റിറ്റ് മാലും ഗ്രാൻഡ് മാലും ഹൈഡ്രോകഫാലസും മൈക്രോകഫാലസും എൻകഫാലൈറ്റിസും ഒക്കെ കണ്ടു. എത്ര പാർക്കിൻസൺസ് ഡിസീസ് ഉള്ളവരെ നിങ്ങൾ കണ്ടു? എത്ര അൾസൈമേഴ്സിനെ കണ്ടു? ശാസ്ത്രത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. ശാസ്ത്രീയമായി പോകുമ്പോൾ ഇത് നിയന്ത്രിച്ചു എന്ന സ്ഥിതിവിവര കണക്കുകൾ കാണിക്കാൻ. പഴയകാലത്തെ സ്ഥിതിവിവര കണക്കുകളില്ലെങ്കിലും കണ്ണുകൊണ്ട് കണ്ട ഓർമ്മ വെച്ചുകൊണ്ടും ഇന്നത്തെ സ്ഥിതിവിവര കണക്കുകളോട് താരതമ്യം ചെയ്തും ഇന്നത്തെ സ്ഥിതിവിവര കണക്കും നാളെ വരാൻ പോകുന്ന കാലഘട്ടത്തിലെ കണക്കും ഒത്തുനോക്കിയിട്ട് അതിൽ നിന്ന് ഇന്റർപോളേറ്റ് ചെയ്തും എക്സ്ട്രാപോളേറ്റ് ചെയ്തും സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തിയാലും മതി. ആ മര്യാദ നമ്മൾ പുലർത്തണം എന്ന് മാത്രം. എങ്ങനെയാണ് സ്ത്രീകൾ ഇത്രയധികം, അതും ഗൈനക്കോളജിസ്റ്റ് കാണാതെ, അവരെ കൊണ്ട് പരിശോധിപ്പിക്കാതെ, വീട്ടിലെ പണി മുഴുവൻ എടുത്ത് കോഴിയും പട്ടിയും പൂച്ചയും കയറിയിറങ്ങുന്ന, നെല്ല് കൂട്ടിയിട്ടിരിക്കുന്ന, വൈക്കോലിന്റെ പൊടിപടലങ്ങൾ വരുന്ന, കോഴി പൊരുന്നയ്ക്ക് കയറിയിട്ടുള്ള, കോഴി മുട്ടയ്ക്ക് കയറിയിട്ടുള്ള, പിള്ളേര് തൂറുകയും മുള്ളുകയും ചെയ്യുന്ന പെരയ്ക്കകത്തെ പായില് അല്ലെ കട്ടിലിൽ പാവിരിച്ച് വിദ്യാഭ്യാസം യാതൊന്നുമില്ലാത്തൊരു പതിച്ചി ഒരു പാത്രം ചൂടുവെള്ളവുമായി അടുക്കയിരുന്ന് പ്രസവം എടുത്തിട്ട് ജനസംഖ്യ ആനുപാതികമായി അന്നത്തെ കുട്ടികളുടെ രോഗവും മുതിർന്നവരുടെ രോഗവും. വീടുകളിലാണെന്ന് കുട്ടികൾ ഊമകളായാൽ, അപസ്മാരം വന്നാൽ, എപ്പിലെപ്സി വന്നാൽ, എപ്പിലെപ്സി വന്നാൽ, അതുപോലെ തന്നെ അവർക്ക് മറ്റേ എൻകഫാലൈറ്റിസോ ഹൈഡ്രോകഫാലസോ ഒക്കെ വന്നാൽ വീട്ടിൽ തന്നെ ഉണ്ടാവണം, വേറെ സാമൂഹ്യ പ്രവർത്തകരില്ല. ഇന്നാണെങ്കിൽ സാമൂഹ്യ സംഘങ്ങൾ ഒട്ടേറെ പണം പിരിച്ചും ആ കുട്ടികളുടെ അച്ഛനമ്മമാരോട് കുറെ കാശ് വാങ്ങിച്ചും
മതങ്ങളുടെയും ജാതികളുടെയും പേരിൽ ഒട്ടേറെ സ്ഥാപനങ്ങൾ ഇന്ന് ഇത്തരം കുട്ടികളെ എടുക്കുന്നുണ്ട്. വീട്ടിൽ സ്വന്തം തള്ളയ്ക്കും തന്തയ്ക്കും അവരെ പോറ്റാൻ മടിയായതുകൊണ്ട്. അത്തരം സന്ദർഭത്തിൽ ഓരോ ആശുപത്രിയിൽ നിന്നും ഉണ്ടാകുന്ന ഇത്തരം കുട്ടികളുടെ ജനസംഖ്യ എടുക്കാൻ നിങ്ങൾക്കിന്ന് ബുദ്ധിമുട്ടില്ല. അത് വെച്ചിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കുക. ഏത് രീതിയിലാണ് അവർ ആരോഗ്യം നിലനിർത്തിയത്? അപ്പൊ അന്ന് എങ്ങനെയാണ് അവർ ഡയഗ്നോസ് ചെയ്തത്? എനിക്ക് തോന്നുന്നത് ആ അമ്മമാർക്ക് 3-4 കാര്യങ്ങൾ അടിസ്ഥാനപരമായി അറിയരുത്. ഒരു കുട്ടിയുടെ രോഗം അവരറിയുക, അന്നത്തിനുള്ള കുട്ടിയുടെ അഭിലാഷം. നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാനാണ് ഞാൻ നിർത്തി പറയുന്നത്. ഇനിയുള്ള കാര്യം, എങ്ങനെയാണ് ആ വല്യമ്മമാർ അറിഞ്ഞത്? നിങ്ങൾ പഠിപ്പുള്ള ഒരാൾ വേറൊരാളുടെ കയ്യിൽ നിങ്ങളുടെ കുട്ടിയെ കൊണ്ട് കൊടുക്കുമ്പോൾ അത് ഡയഗ്നോസ് ചെയ്യാൻ പോകുന്ന ഡോക്ടറും ആ കുട്ടിയുമായി ഇരിക്കുന്ന സമയം, ഒരു ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റും കുട്ടിയുമായി ഇരിക്കുന്നത് 100 കുട്ടികൾ അല്ലെങ്കിൽ 50 കുട്ടികളെയും കൊണ്ട് തള്ളമാർ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ മുമ്പിൽ എത്തിയാൽ 8 മുതൽ 12 മണി വരെ ആ കുട്ടിയെ ഓരോരുത്തരെയായി നോക്കുമ്പോൾ അരമണിക്കൂർ ഡയഗ്നോസിനെടുത്താൽ പോലും ആ കുട്ടി ബാക്കി സമയങ്ങളിൽ എങ്ങനെയെന്ന് തിരിച്ചറിയാനാകാതെ അയാളുടെ ശരീരത്തിൽ നിന്ന് നിഗമനത്തിലെത്തണം. ഒരമ്മയ്ക്ക് തൻ്റെ കൂടെയുള്ള കുട്ടി, തൻ്റെ ഭാഗമായ കുട്ടി, തന്നിലൂടെ പ്രാണനും ആഹാരവും ചെന്ന കുട്ടി, ആ കുട്ടിയെ തൻ്റെ അന്തർഗതങ്ങളിൽ വെച്ച് ഡയഗ്നോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അറിവുകളൊന്നും പുറത്തൊരാൾക്ക് കിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എത്ര പഠിപ്പുണ്ടെങ്കിലും പഠിപ്പിനെ കുറിച്ച് പറയുമ്പോൾ പഠിച്ചു കഴിഞ്ഞത് പലപ്പോഴും നല്ലപോലെ പഠിച്ചവരായാൽ പോലും പരീക്ഷ എഴുതി കഴിഞ്ഞതോടെ മറക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിലെ എഞ്ചിനീയേഴ്സ്, നിങ്ങളിലെ അധ്യാപകർ, നിങ്ങളിലെ അക്കൗണ്ടൻസി പഠിച്ചവർ, നിങ്ങളിലെ മറ്റു വിഷയങ്ങൾ ഓരോന്നും പഠിച്ചവരെ ഈ പ്രായത്തിൽ കൊണ്ടുപോയി നിങ്ങൾ പഠിച്ച അതേ സിലബസിൽ ഒന്നുകൂടെ പരീക്ഷ എഴുതിച്ചാൽ ജയിക്കുന്നവരുടെ എണ്ണം കുറവായിരിക്കുമെന്ന് എനിക്കങ്ങനെ പറയാമോ? അപ്പോൾ പഠിച്ച കാര്യങ്ങൾ തലയിൽ എല്ലായ്പ്പോഴും നിൽക്കില്ല. നിത്യപ്രയോഗം കൊണ്ട് മാത്രമാണ് തലയിൽ നിൽക്കുക. മനുഷ്യനിന്ന് ഒരുപാട് തുറന്ന വാതിലുകൾ മനസ്സിന് പോകാൻ കിടക്കുമ്പോൾ ഏതെങ്കിലും ഒരു തൊഴിലിലോ ഏതെങ്കിലും ഒന്നിലോ മനസ്സിരിക്കുക പ്രയാസം. അഭിരുചി കൊണ്ടല്ല, അച്ഛനമ്മമാരുടെ നിർബന്ധം കൊണ്ടോ ശക്തമായ വരുമാനമുള്ള ഒരു തൊഴിലെന്ന നിലയിലോ ആണ് ഇന്ന് എല്ലാ വിദ്യാഭ്യാസ ശാഖകളിലേക്കും ആധുനികർ കടന്നു ചെല്ലുന്നത്. അവർക്ക് ആ തൊഴിലിനോട് എത്ര പ്രതിബദ്ധതയുണ്ടാകുമെന്ന കാര്യവും ശ്രദ്ധേയമാണ്. ഇവിടെയാണ് ഒരു തിരിച്ചറിവ്, നാട്ടറിവിലേക്ക് തിരിഞ്ഞ് നിങ്ങൾക്കുണ്ടാവേണ്ടത്. എന്റെ കുഞ്ഞ് എന്ന വികാരവും എന്റെ കുഞ്ഞിനൊരു രോഗം വന്നാൽ എന്റെ വീട്ടിന്റെ സ്വസ്ഥത മുഴുവൻ കെടുമെന്നുള്ളതും എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ലെന്ന് വരുന്നതുമായ ഒരു അമ്മയുടെ കുഞ്ഞിനോടുള്ള പ്രതിബദ്ധതയിൽ വരുന്ന അറിവുകൾ മറവി പറ്റാത്തവയായിരിക്കും. അത് തീർച്ചയായും അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ടതായിരിക്കും. അനേക നൂറ്റാണ്ടുകളിലൂടെ പരമ്പരയാ കൈമാറി വന്ന ഒരറിവിന് പ്രായോഗിക ക്ഷമതയും സൈദ്ധാന്തിക ക്ഷമതയും 100% ഇത് നിങ്ങളുടെ ഒരു സംശയം തീർക്കാനാണ് ഞാൻ പറഞ്ഞത്. ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം സൈദ്ധാന്തികമായി ഈടുവയ്പുള്ളതാണോ, വെറും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കുറെ ചെടി പറിച്ചു കൊടുക്കുന്നതാണോ? അതാണ് ഞാൻ ആദ്യം ദൂരീകരിക്കേണ്ടത്. ചികിത്സാശാസ്ത്ര പ്രകാരം ഒരമ്മയ്ക്ക് രോഗിയെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമോ? പിതാവും മാതാവും ചേർന്ന് ബീജവും അണ്ഡവും സംയോജിച്ച് ഒരു കോശം, എ യൂണിസെല്ലുലർ ഓർഗാനിസം നോൺ ആസ് സൈഗോട്ട്, മാതാവിന്റെ ഗർഭാശയത്തിൽ വീണ് വളരാൻ തുടങ്ങിയാൽ അമ്മ ചവച്ചരച്ച് കഴിച്ച് രക്തം വരെ എത്തി രൂപാന്തരപ്പെട്ട സാധനമാ കുഞ്ഞിലൂടെ കടക്കുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞ് അകത്ത് വളരുന്നത്. ഇത് പ്രകൃതിയാ ഉള്ളതാണ്. ഇത് ശാസ്ത്രം
സംഭാവന ചെയ്തതല്ല. ലോകത്തെല്ലാ ജീവിയും ഇങ്ങനെയാണ്. അവിടെ ഒരു അമ്മൂമ്മയോ അമ്മൂമ്മയുടെ അമ്മയോ ആ സ്ത്രീയോട്, ഗർഭിണിയായിരിക്കുന്ന കുട്ടിയോട് അവൾ ജീവിക്കേണ്ട രീതി, അവൾ ഉപയോഗിക്കേണ്ട പദങ്ങൾ, ശബ്ദം മാത്രം കോശങ്ങളിൽ ഒട്ടേറെ വൈകല്യങ്ങളും സുഖങ്ങളും തരുന്നതാണ്. ശബ്ദം ഒരു ആഹാരമാണ്, സ്പർശം ഒരു ആഹാരമാണ്, രൂപം ഒരു ആഹാരമാണ്, രസവും ഗന്ധവും ആഹാരമാണ്. ആധുനിക വിജ്ഞാനം നേടിയ നമുക്ക് എത്ര പേർക്ക് ഇതറിയാം? നിങ്ങളുടെ വീട്ടിലെ ഒരു വല്യമ്മയെ നോക്കൂ. കുഞ്ഞിനെ ഒരാൾ എടുക്കാൻ വന്നാൽ ആ സ്പർശം തന്റെ ജനിതകത്തിലെ കുഞ്ഞിന് ഇഷ്ടപ്പെടില്ല എന്ന് മുൻകൂട്ടി അറിയുന്ന ഒരു വല്യമ്മ കുഞ്ഞിനെ അതിൽ കിടത്തരുത്, കുഞ്ഞിനെ അവരെ കൊണ്ട് എടുപ്പിക്കരുത്, കുഞ്ഞിനെ പുറത്തേക്ക് കാറ്റടിക്കാൻ കൊണ്ടുപോകരുത്. സ്പർശം ആഹാരമാണെന്നും കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കുമെന്നും എത്ര ഭംഗിയായി അറിഞ്ഞു. ശാസ്ത്രം ഇന്നുള്ളതോ അന്നുള്ളതോ എന്ന് നിങ്ങൾ താരതമ്യം ചെയ്യുക. തെറിയും ചീത്തയും വഴക്കും വീട്ടിലിരുന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ഒരു വല്യമ്മ പറയുമോ ഞാൻ ഈ പറഞ്ഞ വാക്കുകളെന്ന് നോക്കുക. ഒരു ഗർഭിണിയുള്ള വീടാണ്, ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കരുത്. നാളെ ലോകത്തിന് മുഴുവനായി ദുഃഖം പകരേണ്ട ഒരു കുഞ്ഞല്ല ഇവിടെ ജനിക്കേണ്ടത്. ലോകത്തേതൊരാൾ കണ്ടാലും കാല് വളഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടാൽ ദുഃഖിക്കും. ഏതൊരാളും അപസ്മാരമുള്ളൊരു കുഞ്ഞിനെ കണ്ടാൽ ഒരു നേരത്തേക്കെങ്കിലും അവന്റെ ആഹാരത്തിന്റെ രുചി പോകും. ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് അടിക്കുകയും തൊഴിക്കുകയും കിടന്നുരുളുകയും പാത്രത്തിലെ ചോറ് വാരി എറിയുകയും തുപ്പുകയും ഒക്കെ ചെയ്യുന്ന ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളൊരു കുട്ടിയെ കണ്ടിട്ട് എത്ര മാന്യനും എത്ര വിദ്യാഭ്യാസമുള്ളവനും തന്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പോലും കുറച്ച് സമയത്തേക്ക് മനസ്സമാധാനം പോകും ആഹാരം കഴിക്കാൻ. നിങ്ങൾ ഏത് ജാതിയോ ഏത് മതമോ ഏത് പ്രസ്ഥാനത്തിന്റെ ആളോ ആയിക്കൊള്ളട്ടെ, ഇത് സത്യമാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടായത് വീട്ടിൽ കിടന്നുണ്ടാക്കിയ ശബ്ദങ്ങളുടെ ഫലമായിരിക്കുമോ എന്ന് വരെ ചിന്തിക്കുവാനും ശബ്ദങ്ങളെ മര്യാദാമസൃണമായി ഉപയോഗിക്കുവാനും പ്രേമപൂർവം പറയുവാനും പറഞ്ഞ ഒരു വല്യമ്മയുടെ വൈദ്യശാസ്ത്രജ്ഞാനം നമുക്ക് ആധുനികർക്കുണ്ടോ? ഉണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞത് അത്രയും പിൻവലിക്കാം. അപ്പൊ ശബ്ദം, സ്പർശം. ഗർഭിണിയാണ്, അത്തരം രൂപങ്ങൾ കാണരുത്. മോളെ ആ പടം കാണാൻ നീ പോകണ്ട. ഇന്നാണേ കേൾക്കുവോ? ഇതുപോലുള്ള ചെടിച്ചട്ടികളിൽ അതിൻ്റെ നട്ടല്ലെന്ന് പറയാവുന്ന തായ്വേര് കണ്ടിച്ച് ആ പാത്രത്തിനകത്ത് മണലിട്ട് വെള്ളമൊഴിച്ച് ബോൺസായി എന്ന പേരിൽ വീട്ടുമുറ്റം മുഴുവൻ ചെടി വെച്ചിട്ട് രാവിലെ ഉണർന്നെഴുന്നേറ്റ് വന്നതിന് വെള്ളമൊഴിക്കാൻ ഒരു ഗർഭിണി തയ്യാറാകുമ്പോൾ അവളുടെ കണ്ണുകൾ ആഹാരമെന്ന രൂപത്തിൽ ഈ ബോൺസായി ചെടികളെ ആഹരിച്ചു കഴിഞ്ഞാൽ അവളുടെ കോശങ്ങൾക്ക് ഇമാതിരി ഒരു പരിണാമം ഉണ്ടാകുവാനും അവളിൽ വളരുന്ന കുട്ടിക്ക് ഇമാതിരി ഒരു പരിണാമം ഉണ്ടാകുവാനും ഇടയുണ്ടാകുമോ എന്ന് നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ, നമ്മുടെ സാംസ്കാരിക നായകന്മാർ, നമ്മുടെ സാഹിത്യകാരന്മാർ, നമ്മുടെ വിജ്ഞന്മാരായ മതനേതാക്കന്മാർ ചിന്തിച്ചിട്ടുണ്ടാകുമോ? ചിന്തിച്ചിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു മതനേതാവും ആളെ കൂട്ടാനും ബഹളത്തിനും പോവുകയല്ലാതെ അവരുടെ മതങ്ങളുടെ ആഴമുള്ള ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന ഈ സത്യം അവരാരും പഠിച്ച് ജനങ്ങളോട് പറയാൻ മെനക്കെടുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസം തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം.
ജനത്തിന് ഉപകാരപ്രദമായ പതിവായി കാണുന്ന ഒരു വസ്തുവിനോട് നമ്മുടെ മനസ്സ് താദാത്മ്യം പ്രാപിച്ച് അതിൻ്റെ ആകാരം ഉണ്ടാക്കുമോ? കുറച്ച് സമയത്തേക്ക് കണ്ണുകളിൽ മനസ്സാ നിഴൽ വീഴ്ത്തുമോ? പഴയ വെല്ലുമ്മ അങ്ങനെ വിശ്വസിച്ചു. മുറ്റത്തൊരു ചീര നടുമ്പോൾ ആ ചീരേരി വാരിയിടുമ്പോൾ, മോളെ നിന്റെ വയറ്റിലൊരു കുഞ്ഞാ കിടക്കുന്നത്. ഏതൊരു ജീവനാണോ കുഞ്ഞിൽ, അതുപോലൊരു ജീവനാ ആ ഉറുമ്പിലും അതിന്റെ മുട്ടയിലും. ഒരു പിടി ചീരേരിക്ക് വേണ്ടി നീ അവിടെ BHC പൗഡർ വാരിയിടണ്ട മോളെ. ഒരു പിടി പൊടിയേരിയല്ലേ പോവുള്ളൂ, അകത്തിരിപ്പുണ്ട്, ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പൊടിയേരിയും ചീരേരിയും കൂടെ വാരിയിട്. ഉറുമ്പിനോട് പറ പൊടിയേരി പെറുക്കിക്കൊണ്ടുപോകാൻ. അത് നിന്റെ മുലപ്പാലിലെത്തും ആ BHC പൗഡർ. നിന്റെ കുട്ടി കുടിക്കും, വൈകല്യങ്ങൾ ഉണ്ടാവും. നീ പ്രകൃതിയുടെ താളം തെറ്റിക്കും, പ്രകൃതി നിന്റെ കുഞ്ഞുങ്ങളുടെ താളം തെറ്റിക്കും. ആർക്കാണ് അറിവെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇംഗ്ലീഷിൽ പറയാൻ പഠിച്ചതുകൊണ്ടോ? പൊങ്ങച്ച സഞ്ചികളുള്ളത് കൊണ്ടോ? ഉടുപ്പും നടപ്പും പഴയതുപോലല്ല എന്നുള്ളത് കൊണ്ടോ? ശബ്ദത്തെ, സ്പർശത്തെ, രൂപത്തെ, രസത്തെ, ഗന്ധത്തെ, ജീരകവെള്ളം കുടിക്കാൻ തുടങ്ങുന്ന മകളോട് അന്നത്തെ ഒരു അമ്മ പറയും കുടിക്കണ്ട, ഗർഭിണിയാണെങ്കിൽ. മുറ്റത്ത് നിൽക്കുന്ന കർമൂസ പറിച്ച് കറി വെച്ചാൽ അന്നത്തെ ഒരു സ്ത്രീ തീർച്ചയായും പറയും നീ കഴിക്കണ്ട, നീ കഴിക്കണ്ട. നിന്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിന് 1 മാസമായി, നീ ഇപ്പൊ അത് കഴിക്കണ്ട, കഴിക്കണ്ട എന്ന് പറയും. ഒരു കുട്ടി വേണ്ടാതെ വിധം വരികയാണെങ്കിൽ ഒരു കപ്പങ്ങയുടെ പ്രയോഗം മതിയെന്നറിയുന്ന ആ അമ്മയുടെ അറിവ് നിങ്ങളുടെ ആധുനിക അറിവിൽ ആ ഒരു കൂട്ടാൻ്റെ അകത്ത് ഒരു കഷ്ണം കപ്പങ്ങ പോയാൽ എന്താ? അംഗവൈകല്യം വരുമോ? അബോർട്ട് ചെയ്ത് പോകുമോ എന്ന് എത്ര അമ്മമാർക്കിന്നറിയാം. ഡോക്ടർക്ക് മരുന്നേ കുറിച്ച് തരാനാവും, നിങ്ങൾ കഴിക്കുന്ന ആഹാരം കൊണ്ടറിയില്ല. ഗർഭിണിയായ മകൾ ഒരു പൈനാപ്പിൾ എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോൾ വേണ്ട മോളെ, അതിലെ ആസിഡ് അബോർട്ടീവായിട്ടുള്ള ഗുണമുള്ളതാണ്. എത്ര പേർക്കറിയും? അപ്പൊ എവിടുന്നാണ് ഈ അമ്മ അത് പഠിച്ചത്? ഒരമ്മ പഠിക്കുമ്പോൾ കാരണങ്ങളുണ്ടല്ലോ. ഇന്ന് ചേമ്പ്, ചേന മുതലായ പദാർത്ഥങ്ങളിൽ കാൽസ്യം ഓക്സലേറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്റ്റോണൊക്കെ വന്നാൽ കഴിക്കരുതെന്ന് ചില ഡോക്ടർമാരെങ്കിലും പറയാറുണ്ട്. എല്ലാവരും ഇല്ല, ചിലരെങ്കിലും. പക്ഷെ പഴയ അമ്മ എങ്ങനെയാണ് അറിഞ്ഞത്? ചേമ്പ് നിത്യവും കഴിക്കരുത്, അത് മൂത്രത്തിൽ പ്രശ്നമുണ്ടാകും. ഉഴുന്ന് നിത്യവും കഴിക്കരുത്, എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? നിങ്ങൾ നിത്യവും ഉഴുന്ന് കഴിക്കുന്നവരാണ്. രാവിലെ ഇഡലി അല്ലെങ്കിൽ ദോശ, 4 മണിയാകുമ്പോൾ കടയിൽ പോയി ഉഴുന്നോടി. ഇനി പോരാത്തതിന് ക്ഷേത്രങ്ങളിൽ വരെ വടമാല തിന്നാൻ. പഴയ കാലത്തൊന്നുമില്ല. അപ്പം മെല്ലെ ഒന്ന് ആലോചിക്കുക, അവരെവിടുന്നാണ് ഇത് ഗവേഷണം ചെയ്തത്? അവരുടെ ബയോകെമിസ്ട്രി എവിടുന്നാണ്? അവരുടെ മോളിക്യൂളർ ബയോളജി എവിടുന്നാണ്? നിങ്ങളൊരു 40 കഴിഞ്ഞവരൊക്കെ മലം വിസർജിച്ചത് അമ്മയുടെയോ അമ്മമ്മയുടെയോ കാലിലിരുന്ന കുട്ടിക്കാലത്ത്. കാല് നീട്ടിവെച്ച് കാലിലിരുത്തി കാല് പതുക്കെ പതുക്കെ അനക്കിയാണ് ഡെഫിക്കേറ്റിംഗ് സെന്ററിൽ സന്ദേശം കൊടുത്തത്. മസ്തിഷ്ക പര്യങ്കാധര ദേശം, ഹൈപ്പോതലാമസ്, അതിന്റെ പാർശ്വത്തിലെ ഡെഫിക്കേറ്റിംഗ് സെന്ററിൽ, വിസർജന കേന്ദ്രത്തിൽ അമ്മയുടെ ത്വക്ക് എങ്ങനെ സ്പർശം വഴി സന്ദേശവാഹിയായി ചെന്ന് കൃത്യമായി മലമൂത്ര വിസർജനം ചെയ്യുമെന്ന് എങ്ങനെയാണ് ഒരമ്മ മനസ്സിലാക്കി
കൃത്യതയുള്ള ഒരു സമയത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയത്? മറുപുറവും ഞാൻ മെല്ലെ ഒന്ന് പറയാം, നിങ്ങളോട് തന്നെ ചോദിക്കാം. അതിൽ പുത്തൻകൂറ്റുകാരായ, മതമല്ല, ഒരുപാട് പെൺകുട്ടികൾ കാണും. കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടാവും. സ്പോഞ്ചും പ്ലാസ്റ്റിക്കും വെച്ച ഒരു നാപ്പിപ്പാട് കെട്ടിയായിരിക്കും ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. അവരെ പ്രസവമെടുത്ത ഗൈനക്കോളജിസ്റ്റ് വൈദ്യശാസ്ത്രം മുഴുവൻ പഠിച്ചതാണ്. അവിടെ നിന്ന് ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റിന്റെ കയ്യിലേക്ക് കുട്ടിയെ കൈമാറുമ്പോൾ ആ ഡോക്ടർ മനുഷ്യ ശരീരശാസ്ത്രത്തിന്റെ മേതുര ദീർഘങ്ങളായ എല്ലാ അംശങ്ങളും പഠിച്ചതാണ്. ആ കുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്ന പെൺകുട്ടികൾ സാമാന്യ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളും കടന്നതാണ്. Am I right? എക്സോഡം, എൻഡോഡം, മിസോഡം ഒക്കെ പഠിച്ചതാണ്. എക്ടോഡമും മിസോഡമും എൻഡോഡമും പഠിച്ചിട്ടുള്ള, മസ്തിഷ്കത്തിന്റെ കലയും ത്വക്കിന്റെ കലയും ഒരേ വർണ്ണ വസ്തു കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള, ത്വക്കിൽ വരുന്ന ഓരോ സംവേദനവും മസ്തിഷ്കത്തിൽ രോഗമാകാൻ വഴിയുണ്ട് എന്ന്, അതുകൊണ്ട് സ്പർശം തന്നെ രോഗത്തെ ഇല്ലാതാക്കാനും രോഗമുണ്ടാക്കാനും കാരണമാണെന്ന് പഠിച്ചിട്ടുള്ളവരായി ഇവരെല്ലാം. ഒരു കുട്ടിയെ നാപ്പിപ്പാട് കെട്ടി മലവും മൂത്രവും അതിൽ തങ്ങി നിൽക്കുമ്പോൾ, തന്റെ മലവും മൂത്രവും തന്റെ ത്വക്കിൽ പറ്റുമ്പോൾ ഇത് പുറത്തേക്ക് പോകരുത് എന്നാണ് ഈ കെട്ടിയതിന്റെ അർത്ഥമെന്ന് കുഞ്ഞിന്റെ മസ്തിഷ്കത്തിലെ ഡെഫിക്കേറ്റിംഗ് സെന്റർ തീരുമാനിച്ചാൽ ആദ്യം വരുന്നത് കോൺസ്റ്റിപ്പേഷനാണ്. ഇന്ന് രാവിലെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ പലരും മലമൂത്ര വിസർജനം കഴിഞ്ഞല്ല പോകുന്നത്, വന്നിട്ടാകാമെന്ന തള്ളമാർ പറയുന്നത്. ആഹാരം പുറകെ കഴിക്കുകയുമാണ്. 5% കേരളത്തിലെ കുട്ടികളെങ്കിലും ഇന്ന് ആസ്ട്രോസൈറ്റോമയുടെയും ഗ്ലയോമയുടെയും മിക്സഡ് ഗ്ലയോമയുടെയും ഗ്ലയോബ്ലാസ്റ്റോമയുടെയും പിടിയിലാവിടുന്നത്. മസ്തിഷ്കത്തിലുണ്ടാകുന്ന വിദ്രഥികൾ, ട്യൂമറുകൾ, മസ്തിഷ്ക വിദ്രഥികൾ, മസ്തിഷ്ക ക്ഷയം, മസ്തിഷ്ക ക്ഷയം, മസ്തിഷ്ക ദ്രവം, ഇതൊക്കെ പഴയ പേരുകൾ. നിങ്ങൾക്ക് മനസ്സിലാകാൻ തലച്ചോറിലുണ്ടാകുന്ന വെള്ളക്കെട്ട്, തലച്ചോറിലുണ്ടാകുന്ന ദ്രവീകരണം, തലച്ചോറിലുണ്ടാകുന്ന മുഴകൾ, ഇവയെല്ലാം ഇതിന്ന് ഉണ്ടാക്കുവാൻ ഒരു അമ്മയ്ക്ക് കഴിയുമ്പോൾ, ഒരു വ്യാവസായിക പുരോഗതിയിൽ എളുപ്പത്തിന് വലിച്ചു കെട്ടുന്ന ആ സാധനത്തിന് കഴിയുമ്പോൾ, എങ്ങനെയാണ് പ്രാചീനയായ ഒരു അമ്മയ്ക്ക് അതില്ലാതാക്കാൻ കഴിഞ്ഞത്? ശാസ്ത്രം അവരുടേതാണോ, ശാസ്ത്രം ഇവരുടേതാണോ? പഴയകാലത്ത് ഒരുപാട് ഔഷധങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. ആദ്യകാലത്ത് മലവും മൂത്രവും, ആദ്യത്തെ മലമൊക്കെ എല്ലാ ജീവിയുടേതും ഔഷധമായി ഉപയോഗിച്ചിരുന്നു. അപ്പോ അന്നൊരമ്മ കാല് നീട്ടി വെച്ച് കാലിന്റെ ത്വക്കില് കുഞ്ഞിന്റെ പൃഷ്ഠം സ്പർശിക്കുമ്പോൾ ത്വക്കിലൂടെയുള്ളതായ സ്പർശനങ്ങളെയും ആവേഗങ്ങളെയും ജത്രുഗതങ്ങളായ നാഡികളിലെത്തി മസ്തിഷ്ക പ്രദേശത്ത് നിന്ന് വളരെ കൃത്യമായി മസ്തിഷ്ക പര്യങ്കാധര ദേശം വരെ, അതിന്റെ മലയാളമാണ് ഞാൻ പറഞ്ഞത്, ഇംഗ്ലീഷിൽ ഹൈപ്പോതലാമസ്. ഇന്നും ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇനിയും പൂർണ്ണമായി കയറിപ്പറ്റാൻ കഴിയാത്ത മസ്തിഷ്ക പര്യങ്കാധര ദേശത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഡെഫിക്കേറ്റിംഗ് സെന്ററിൽ സന്ദേശമെത്തിച്ച് തരംഗാവലികൾ ഉണ്ടാക്കി അവിടുന്നുള്ള നിർദ്ദേശം കൊണ്ട് മലത്തെയും മൂത്രത്തെയും നിയതമായി പുറത്തു തള്ളാൻ
ഒരമ്മയുടെ കഴിവ്. അവിടെ മാത്രമല്ല, മലവും മൂത്രവും കുഞ്ഞിൻ്റെ മാത്രമല്ല, അല്പം കൂടെ കൂടിയിട്ട് പെൺകുട്ടികൾ പ്രായമായാൽ അവർക്ക് മെൻസുറൽ പീരീഡ് ഉണ്ടാവും. അതൊരു വേഗമാണ്. ആദ്യത്തെ മെൻസുറൽ പീരീഡ് വരുമ്പോൾ ആരെയെങ്കിലും വിളിച്ച് തെങ്ങിൽ നിന്നൊരു ചൊട്ട വെട്ടി തലക്കി വയ്ക്കും. മെൻസുറൽ കോളിക്, ആർത്തവ ശൂല, രണ്ടും നിങ്ങൾക്ക് പരിചയമുള്ള പദം അല്ലെങ്കിൽ ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന കണ്ടാൽ ഒരു പിടി അരിയും ഈ തെങ്ങിൻ പൂക്കുല പൊട്ടിച്ച പൂക്കുലയും എടുത്ത് പാൽക്കഞ്ഞി വെച്ച് 2 നേരം കൊടുക്കും. ഇന്ന് ഒരുപാട് സിന്തറ്റിക് ഹോർമോൺ കൊടുക്കും. മാർട്ടിൻഡെയിൽ എക്സ്ട്രാ ഫാർമക്കോപ്പിയ എടുത്തിട്ട് വൈദ്യശാസ്ത്രം പറയുന്നത് തന്നെ ശ്രദ്ധിച്ചു നോക്കുക. എല്ലാ സിന്തറ്റിക് ഹോർമോണും കാർസിനോജനിക്കാണ്. അതുകൊണ്ട് എനിക്ക് അല്പം കൂടെ പറയാൻ എളുപ്പമാണ്. പഴയ ഒരു അമ്മയോട് ചോദിച്ചാൽ പറയും, സസ്യങ്ങൾ, എല്ലാ സസ്യങ്ങളും അവയിൽ നിന്നുള്ള ആഹാരവും അവയിൽ നിന്നുള്ള ഔഷധവും ശൈശവ ബാല്യ പ്രമാണമാണ്. കോശങ്ങളുടെ വളർച്ചയെ ശൈശവ ബാല്യ സാഹചര്യങ്ങളിൽ നിർത്തുവാൻ കഴിവുള്ളവയാണ് ഭൂമിയുടെ ആദിമ ജീവ പദാർത്ഥങ്ങളായ സസ്യങ്ങൾ. സസ്യങ്ങളുടെ പരിണാമമാണ് ജാന്തവങ്ങൾ, ജന്തു ശരീരങ്ങൾ. അവ കൗമാര പരിമാണത്തിലുള്ളവയാണ്. അവയെ ആഹരിക്കുമ്പോൾ, അവയെ ഔഷധത്തിന് ഉപയോഗിക്കുമ്പോൾ ഔഷധ നിലകളിൽ ക്ഷിപ്രഫലദായികളെങ്കിലും സസ്യങ്ങളെക്കാൾ മാരഭാവം കുമാർഗത്തിലാകയാൽ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെയും തദ്വാര ലൈംഗിക ഊർജത്തെയും ഉപയോഗിക്കുകയാൽ ക്ഷിപ്ര രോഗമോചനമുണ്ടായാലും കോശത്തെ കൗമാരത്തിലെത്തിക്കുന്നു. ഒരാളൊരു ചെടി പറിച്ചിട്ട് ഇലക്കറി കഴിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കായ പറിച്ച് കഴിക്കുന്നു, അതിൻ്റെ കിഴങ്ങ് പറിച്ച് കഴിക്കുന്നു എങ്കിൽ അയാളുടെ കോശം ഒരു ബാല്യ കൗമാര പരുവത്തിൽ നിലനിന്ന് കിട്ടുകയാൽ അടുത്ത കോശത്തെ ആ പരുവത്തിലെത്തിക്കുകയാൽ അത് കോശ വാർദ്ധക്യം വരാതെയും കോശപ്രായം ഉണ്ടാക്കാതെയും ആയുർദൈർഘ്യത്തെ കൂട്ടുന്നു. അതേ സമയത്ത് ഒരു മാംസം എടുത്ത് കഴിക്കുമ്പോൾ, ആട്, പശു, കോഴി, താറാവ്, പന്നി, പട്ടി ഇതിൻ്റെയൊക്കെ മാംസം എടുത്ത് കഴിക്കുമ്പോൾ സസ്യം പരിണമിച്ചാണ് ഈ ജീവി ഉണ്ടായത്. ആദിമമായ സസ്യത്തിൽ നിന്നുള്ള വളർച്ചയുടെ പരിണാമമായതുകൊണ്ട് അത് ഒരു മനുഷ്യൻ ഉപയോഗിക്കുമ്പോൾ അവന്റെ കോശങ്ങളെ കൗമാരഘട്ടത്തിലേക്ക് വളർത്തുന്നു. മനസ്സിലായില്ല? പരീക്ഷ നോക്കാൻ എളുപ്പമാണ്. 4 കുട്ടികൾക്ക് ഇത് തന്നെ കൊടുക്കുക. നേരത്തെ ഏർലി മെൻസുറേഷൻ ഉണ്ടാവുമോ നോക്കുക. മനസ്സിലായില്ല? ഏർലി ബ്രസ്റ്റ് വികാസം ഉണ്ടാവുമോ നോക്കുക. 5 or 10 വയസ്സുള്ള കുട്ടി ഏതെങ്കിലും വൃദ്ധന്റെയോ പരിചയക്കാരന്റെയോ മടിയിലിരുന്ന് കഴിഞ്ഞാൽ ലൈംഗികോർജം ഉത്സർജനം ചെയ്യുകയാൽ അവനെ വികല കാര്യങ്ങളിലേക്ക് നയിക്കുമോ എന്ന് നോക്കുക. അങ്ങനെ നയിക്കുമ്പോൾ, പത്രവാർത്തകളിൽ സ്ഥാനം പിടിക്കുമ്പോൾ അവൻ കുട്ടിയെ ഉപദ്രവിച്ചു എന്നതിന് പകരം കുട്ടി അവനെ വളയ്ക്കുകയാണോ എന്ന് ആലോചിക്കുക. വീട്ടിലെ ടിവിയും കമ്പ്യൂട്ടറും ഒക്കെ കാണുമ്പോൾ കമ്പ്യൂട്ടറിലെ പോർണോഗ്രാഫിക് വെബ്സൈറ്റുകളിലേക്ക് ഇത്തരം കൊച്ചുകുട്ടികൾ പോലും പോകുന്നുണ്ടോ അച്ഛനും അമ്മയും അറിയാതെ എന്ന് ചിന്തിക്കുക. TV കാണുന്ന സമയത്ത് നിങ്ങളെ കാണുമ്പോൾ കാർട്ടൂണും നിങ്ങൾ മാറുമ്പോൾ മറ്റു പ്രോഗ്രാമുകളും വെച്ച് അവർ ആസ്വദിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പൊ സസ്യം, ജന്തു,
ജാന്തവ ആഹാരങ്ങളിൽ നിന്ന് പരിണമിച്ചവയാണ് ഖനിജങ്ങൾ. സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, ഈയം മുതലായവയെല്ലാം ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നവയാണ്. ജന്തുക്കളുടെ ശരീരത്തിലും സസ്യങ്ങളുടെ ശരീരത്തിലും ഈ ഘടകങ്ങളുണ്ട്. അതാണ് ജീവന്റെ ഘടകങ്ങൾ. എല്ലാ ശരീരത്തിലും ഇത് വേണ്ടത്രയുണ്ട്. സ്വർണമൊക്കെ നമ്മുടെ ശരീരത്തിലുമുണ്ട് വേർതിരിച്ചെടുക്കാൻ. പൊട്ടാസ്യം, സോഡിയം, ഗന്ധകം എല്ലാം ഉണ്ട്. മിനറൽസ് ആൻഡ് മെറ്റൽസ്. ഒരു മുത്തിലെടുത്ത് അരച്ച് അതിൽ നിന്ന് ബയോകെമിക്കലായി വേർതിരിച്ചാൽ അതിനകത്തുള്ളത് സ്വർണമാണ്. ഒരു മണ്ണിരയെ എടുത്ത് അതിനെ ഒരു പ്രോസസ്സിന് വിധേയമാക്കി, മണ്ണിരയെ കൂട്ടായി വളർത്തി പ്രോസസ്സിന് വിധേയമാക്കി എടുത്താൽ അടിച്ചു പരത്തി എടുക്കാവുന്ന ചെമ്പ് കിട്ടും. അമ്മമാർക്കറിയാം. അതുകൊണ്ട് അവര് കുഞ്ഞിന് അപസ്മാരം വന്നാൽ ഓടിപ്പോയി മണ്ണിരയെ കൊണ്ടുവന്ന് ഒന്ന് ചെറുതായി ശുദ്ധി ചെയ്ത് കുഞ്ഞിന് കൊടുക്കും. കാരണം ചെമ്പിന്റെ ഒരു അളവ് കുറവ്, ശരീരത്തിലെ കോപ്പറിന്റെ കുറവ് അപസ്മാരത്തിന് കാരണമാവും. ഇതൊക്കെ എത്ര നൂറ്റാണ്ടുകളുടെ പരീക്ഷണം കൊണ്ടാണ് ഒരു വീട്ടിലെ വീട്ടമ്മ തിരിച്ചറിയുന്നത്. ആധുനിക ശാസ്ത്രം മുഴുവൻ പഠിച്ചു കഴിഞ്ഞുവെന്ന് അവകാശപ്പെടുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഔന്നത്യങ്ങളിൽ വരെ വിരാജിക്കുന്നുവരിക്കുന്ന നമുക്കൊക്കെ തിരിച്ചറിയാനാവാത്ത സത്യം എങ്ങനെയാണ് ഒരു വല്യമ്മ അറിഞ്ഞത്, പഠിച്ചത്? സൈദ്ധാന്തിക വൈദ്യവിദ്യയുടെ അടിസ്ഥാന തലങ്ങളെ അറിഞ്ഞിട്ട് വേണം പ്രായോഗിക വൈദ്യത്തെ കാണാൻ. നിങ്ങൾ ഓടി വന്നപ്പം ഒരുപക്ഷെ വിചാരിച്ചത് സ്വാമി ഇങ്ങനെ വരും, പനിക്കൊരു മരുന്ന് പറയും, അതുകൊണ്ട് ഈ പണിയൊക്കെ തീരും, പോകാവുന്നതാണ്. Am I right? അത് വൈദ്യമല്ല. വൈദ്യശാസ്ത്രത്തിന്റെ സൈദ്ധാന്തിക തലങ്ങളെ നല്ലപോലെ അന്വേഷിച്ച് മസ്തിഷ്കത്തിൽ നല്ലപോലെ ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ചെടി പറിച്ചു കൊടുത്താൽ അപകടവും ഉണ്ടാവും. അതുകൊണ്ട് എനിക്കിതിന്റെ സംഘാടകരോട് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടമ്മമാരെ സംയോജിപ്പിക്കുവാൻ പറ്റിയൊരു പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി ഇതിന്റെ സിദ്ധാന്തവും പ്രയോഗവും പഠിപ്പിച്ച് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാലം അതിക്രമിച്ചു. കാരണം വലിയൊരു പ്രസ്ഥാനം നിങ്ങളുടെ നാട്ടിലേക്ക് വരാൻ പോവുകയാണ്. NRHM, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, എല്ലാ രംഗങ്ങളിൽ നിന്നും ഗവൺമെന്റ് ഒഴിഞ്ഞു മാറുവാനും NGOസിനെ രാഷ്ട്രമേൽപ്പിക്കുവാനും പോകുന്ന ഒരു ഗ്ലോബലൈസേഷന്റെ വക്കത്താണ് ഇന്ന് നിങ്ങളുടെ രാജ്യം നിൽക്കുന്നത്. അതെന്റെ വിഷയമല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതിനാണ് എന്നെ വിളിച്ചതെങ്കിൽ ഞാനത് പറയുന്നത് ഉചിതമാണ്. ഇന്നതല്ല, എന്റെ വിഷയം വേറെയാണെങ്കിലും ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അത്തരമൊരവസ്ഥയിൽ സൈദ്ധാന്തിക വൈദ്യവിദ്യാഭ്യാസത്തിന്റെ അന്തർഗതങ്ങൾ അറിയാതെ അമ്മമാർ അവരുടെ കുട്ടികളെ വളർത്തുമ്പോൾ ഏത് മന്ത്രവാദിക്കും, ഏത് ഗൂഢപത്രക്കാരനും, ഏത് വൈദ്യനും, ഏത് ഡോക്ടർക്കും, ഏത് ബഹുരാഷ്ട്ര കുത്തകയ്ക്കും നിങ്ങളെ എന്നും മുതലെടുക്കാമെന്നുള്ളത് തീർച്ചയാണ്. ഏത് പേരിലും ഏത് രൂപത്തിലും. പക്ഷെ പഴയ വല്യമ്മ എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ തന്നെ അന്വേഷിക്കുക. അവര് നല്ല വെള്ളത്തുണി, അവർക്ക് ഒരു സത്യം അറിയാമായിരുന്നു, ഇത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. ട്രോപ്പിക്കൽ ക്ലൈമറ്റിലെ സ്വെറ്റ് ഗ്ലാൻസ് വളരെ ശ്രദ്ധിക്കേണ്ട ഗ്ലാൻസ് ആണ്. കാരണം എപ്പോഴും വേർക്കും. ശരിയല്ല. അതുകൊണ്ട് പഴയകാലത്ത് അവർ മേൽവസ്ത്രം ധരിച്ചിരുന്നേയില്ല, സ്ത്രീയും പുരുഷനും. എന്നിട്ടിവിടെ വലിയ അപകടമില്ല. ഇപ്പൊ ഇതൊക്കെ ധരിച്ചു കഴിഞ്ഞിട്ടായിപ്പം സ്വാമിമാരും നിങ്ങളും ഒക്കെ കുഴപ്പത്തിലെത്തും. മറിച്ച് പഴയകാലത്ത് ഈ കുഴപ്പമില്ല. നമ്മുടെ കാരണവന്മാരൊക്കെ കൗപീനം മാത്രം എടുത്താ പറമ്പിലിറങ്ങി പണിതത്. ശരിയല്ല. എന്നിട്ടൊന്നും ഈ കുഴപ്പങ്ങളൊന്നും അന്ന് അയൽവക്കത്തു നിന്നൊന്നും കേട്ടില്ല.
എന്ന് പറയാൻ മേല. പ്രായണ ഇന്നത്തെ അത്രയും കുഴപ്പമില്ല. കാരണം ഇന്നും ചുമടെടുക്കുന്ന തൊഴിലാളി ആണും പെണ്ണും ചേർന്നെടുക്കുന്നുണ്ട്, ചുമട് പിടിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നും പറമ്പുകൾ കിളയ്ക്കുന്നിടത്ത് ആണും പെണ്ണും ഒന്നിച്ചു പണിയുന്നുണ്ട്. അവിടെ നിന്നൊന്നും അല്ല ഇത്തരം വാർത്ത കൂടുതൽ വരുന്നത്. താഴ്ന്ന രംഗങ്ങളിൽ നിന്നല്ല ഈ വാർത്ത വരുന്നത്. ശരിയാണ്, പ്രായണ ശരിയാണ്. അപ്പോ അന്ന് ഈ ഖനിജങ്ങൾ, അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വഴിതിരിഞ്ഞാന്ന് തോന്നുന്നു അല്ലേ? ഖനിജങ്ങൾ എന്നൊരു സാധനമുണ്ട്, മെറ്റൽസ് ആൻഡ് മിനറൽസ്. അവ ഉപയോഗിക്കുമ്പോൾ കോശം യൗവനയുക്തമാവും. അവ സസ്യങ്ങളെക്കാൾ ജന്തുക്കളെക്കാൾ ക്ഷിപ്രഫലദായി. ഒരു മെർക്കുറിയുടെ ഒരു അല്പം കൊടുത്താൽ മതി, രോഗം പിടിച്ചു കെട്ടിയ പോലെ നിൽക്കും. ഒരു സൾഫറിന്റെ അംശം മതി ശുദ്ധി ചെയ്ത് ശരിക്കും കൊടുത്താൽ അപ്പം നിൽക്കും. ഇരുമ്പിന്റെ ഭസ്മം മതി രക്തം കുറഞ്ഞാൽ പെട്ടെന്ന് കയറാൻ. ആയുർവേദവും മോഡേൺ മെഡിസിനും ഹോമിയോപ്പതിയും എല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവ കോശങ്ങളെ യൗവനത്തിലെത്തിക്കും. കൃതക പദാർത്ഥങ്ങൾ, ഖനിജങ്ങൾക്കും അപ്പുറമാണ് കൃതക പദാർത്ഥങ്ങൾ. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, സിന്തറ്റിക്സ്, അവ കോശ വാർദ്ധക്യമുണ്ടാക്കുന്നവയാണ്. കോശത്തിന്റെ വാർദ്ധക്യമാണ് ഇന്ന് നിങ്ങൾ ലോകമെമ്പാടും കാണുന്ന ക്യാൻസറിന്റെ കൃത്യമായ കാരണം. കോശവിഭജനം വൃദ്ധാവസ്ഥയിലേക്ക് കടക്കുമ്പോഴാണ് അനിയന്ത്രിതമായ വിഭജനങ്ങൾ ഉണ്ടാകുന്നത്. സൈറ്റോളജിക്കലി സൈറ്റോമോർഫിസവും സൈറ്റോഡൈനാമിക്സും സൈറ്റോളജിക്കൽ ഡിഫറൻസിയേഷനും ഒക്കെ പഠിച്ചവരിടയ്ക്കിരിപ്പുണ്ടാവും. അവരുടെ ശ്രദ്ധ തിരിയുമെങ്കിൽ വെറും കോശവാർദ്ധക്യമാണ് ക്യാൻസർ. അനിയന്ത്രിതമായ സിന്തറ്റിക്സിന്റെ ഉപയോഗം കോശങ്ങളെ വൃദ്ധാവസ്ഥയിൽ എത്തിക്കുവാൻ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ പാത്രങ്ങൾ, നിങ്ങളുടെ ഭക്ഷണം എല്ലാം ഇന്ന് സിന്തറ്റിക്കാണ്. മുളകിന്റെ എസൻസ്, മല്ലിയുടെ എസൻസ്, വാനിലയുടെ എസൻസ് എല്ലാം ഇന്ന് സിന്തറ്റിക്കാണ്. വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം സിന്തറ്റിക് പാത്രങ്ങളാണ്. നിങ്ങൾക്ക് വെള്ളം വരുന്നത് സിന്തറ്റിക് വഴിയാണ്. നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളിൽ 90% സിന്തറ്റിക്കാണ്. ഓർഗാനിക് കെമിസ്ട്രിയുടെ വളർച്ചയും വികാസവും ഒരു സസ്യ ഔഷധം കണ്ടെത്തിയാൽ തന്നെ അതിന്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ സിന്തറ്റിക് എന്ന് വേർതിരിച്ചെടുത്താണ് ഇന്ന് ഉപയോഗിക്കുന്നത്. നിങ്ങൾ അണിയുന്ന വജ്രവും മറ്റും സിന്തറ്റിക്കാണ്. ഇന്ന് വളരെ വില കുറച്ച് മാർക്കറ്റിലെത്തിയിരിക്കുന്ന പാലും സിന്തറ്റിക്കാണ്. പ്രാഥമികമായി അന്നത്തെ അമ്മമാർ ഈ പരിണാമം മനസ്സിലാക്കിയിരുന്നു. തീർന്നില്ല. അന്നമാണ് ജനിച്ചാൽ വളരുന്നതിനും രോഗമില്ലാതിരിക്കുന്നതിനും അടിസ്ഥാനമെന്നറിഞ്ഞ അമ്മ രോഗം കണ്ടെത്തിയത് അന്ന അഭിലാഷത്തിൽ നിന്നാണ്. ഇന്ന് പ്രായണ ഭിഷഗ്വര പ്രമാണിമാർ പോലും മറന്നുപോകുന്ന അടിസ്ഥാനമായൊരു സത്യം അമ്മമാരുടെ അറിവിലുണ്ട്. കുഞ്ഞിന് ആഹാരത്തോടുള്ള അഭിലാഷം കുറയുന്നത് രോഗത്തിന്റെ ആവിർഭാവത്തിലാണെന്ന് അമ്മമാർ അറിഞ്ഞിരുന്നു. മനസ്സിലായോ ആവോ? ജീവൻ നിലനിൽക്കുന്നത് അന്നം കൊണ്ടാണ്. അന്നമാണ് സർവപ്രധാനം. അന്നത്തിന് രുചിയില്ലാതെ വരിക, സമയത്ത് അന്നത്തിന് ആഗ്രഹമില്ലാതെ വരിക,
എന്തോ പന്തികേടുണ്ടെന്ന് അമ്മ കണ്ടുപിടിക്കും. അന്ന അഭിലാഷം രോഗനിർണയത്തിലെ അടിസ്ഥാനമാണെന്നുള്ള ബോധം മനുഷ്യ പുരോഗതിയിൽ നമുക്ക് നഷ്ടമായി. അവർക്ക് വേറെ വിദ്യാഭ്യാസമൊന്നുമില്ല. രാവിലെ മുതൽ കുഞ്ഞ് ആഹാരത്തിന് വരുന്നുണ്ടോ, കരയുന്നുണ്ടോ, മുലപ്പാൽ കുടിക്കുന്നുണ്ടോ, മുലപ്പാൽ കുടിക്കുന്നില്ലേ, മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് കരയുന്നില്ലേ, അതിന് കൊടുക്കുമ്പോൾ അത് വിശപ്പ് വരുന്നില്ലേ, വിശപ്പ് ഉണ്ടാകുന്നില്ലെങ്കിൽ, അന്നത്തിൽ ആഗ്രഹം വരുന്നില്ലെങ്കിൽ, അന്നം രുചിയോടെ കഴിക്കുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തോ തകരാറുണ്ട് എന്ന് ഒരമ്മ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിച്ചിരുന്നു. ഇതിന് സ്കാനിങ് വേണ്ട, എക്സ്റേ വേണ്ട.